കുറച്ച് ദിവസം കൂടി നമ്മൾ എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഇനിയും കുറച്ച് ദിവസം കൂടി നമുക്കിവിടെ നിൽക്കേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് അല്ലുവിൻ്റെ ഡയപ്പർ തീർന്നത് കൊണ്ട് നമ്മൾ വീട്ടിൽ വരെ പോയി അല്ലുവിൻ്റെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത് ഞാൻ കമ്മലിടാൻ മറന്നുപോയെന്ന്. പിന്നെ ഞാൻ കഴുത്തിലൊരു മാല ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാല ഇടാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ തലേന്ന് ഞാൻ മാല കഴുകാൻ വെച്ചപ്പോൾ ഒരു മാല എടുത്തിട്ടത് കൊണ്ട് കഴുത്തിൽ കുഴപ്പമില്ലായിരുന്നു. കമ്മലിടാൻ മറന്നു. പിന്നെ ഞാൻ പോട്ടെന്ന് വെച്ച് അത് നമ്മൾ കടയിൽ വന്നപ്പോഴത്തേക്ക് അല്ലു നല്ല സുഖം ഉറക്കം. നമ്മൾ ചാത്തിന് പോകുമ്പോൾ എപ്പോഴും കയറുന്നൊരു കടയായത്. പിന്നെ പുറത്തിറങ്ങി എനിക്ക് ഇച്ചിരി ദാഹം കൂടുതലായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഇവിടെ കയറി സുബിൻ ചേട്ടൻ ഒരു സോഡ നാരങ്ങ വെള്ളവും കുടിച്ച് ഞാനൊരു പപ്സും പിന്നെ ഒരു ഓറിയോ ഷേക്കും കുടിച്ചിട്ടുണ്ട്. ഞാൻ ഈ കടയിൽ നിന്ന് എപ്പോഴും ഓറിയോ ഷേക്ക് ആട്ടോ കുടിക്കുന്നത്. അല്ലു വീട്ടിൽ നിന്ന് കയറിയപ്പോൾ ഉറങ്ങിയതായിരുന്നു. അങ്ങനെ കണ്ണ് തുറന്നപ്പോൾ ഏതോ ഒരു സ്ഥലം അങ്ങനെ കുഞ്ഞ് ഞെട്ടി നിൽക്കുക. അത് കഴിഞ്ഞ് അല്ലുവിന് ചിരിക്കാൻ വന്നപ്പോൾ ഒരു സൈഡ് വെച്ചിട്ട് ചിരി. അല്ലുവിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അല്ലു ഇങ്ങനെ ചിരിക്കാറുള്ളൂ. അത് കഴിഞ്ഞൊരു സ്നിക്കേഴ്സും അവിടെ നിന്ന് മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് വീടിൻ്റെ സിറ്റ് ഔട്ട് നിറച്ചും പൊടിയായിരുന്നു. അങ്ങനെ അതെല്ലാം തൂത്ത് കൂട്ടിയപ്പോഴും ഒരുപാട് പൊടി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നാൽ എപ്പോഴും അല്ലു ഈ കളിപ്പാട്ടത്തിൽ അല്ലുവിൻ്റെ ജീവനേ ഇതിലാന്ന് പറയും. ഇതിനകത്തിൽ ടക്ക് ടക്കെന്ന് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അവൾ അതും കളിച്ചുകൊണ്ട് അവിടെ അങ്ങ് ഇരുന്നോളും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലുവിൻ്റെ പാമ്പേഴ്സ് പിന്നെ എൻ്റെ കുറേ സാധനങ്ങൾ. അല്ലുവിനാണെങ്കിൽ ചൂടൊട്ട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നപ്പോൾ അല്ലുവിനെ ഒന്ന് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് എന്നെ നോക്കി കരയുന്നുണ്ട്, ഞാൻ എന്താ അവളെ എടുക്കാത്തതെന്ന്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. കാര്യം ഇനി വൈകിട്ട് മഴയാണെങ്കിലോ എന്ന് പേടിച്ച് നമ്മൾ അവിടെ നിന്ന് നേരത്തെ ഇറങ്ങി. സൂക്ഷം പോലെ മഴയായിരുന്നു. പിന്നെ നമ്മളെങ്ങും കയറി നിൽക്കാനൊന്നും നിന്നില്ല. ഇങ്ങോട്ട് വരുന്ന വഴിക്കാണെങ്കിൽ നമുക്ക് നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. പിന്നെ ഒരു കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്ന വഴി മഴ ചെറുതായിട്ട് പെയ്ത്. പക്ഷെ നമ്മളെങ്ങും കയറി നിന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലുവിൻ്റെ ദേഹത്ത് കുറച്ച് ചൂടൂരും ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം പോട്ടെന്ന് വിചാരിച്ച് ചെറുതായിട്ട് അവളെ തല ഞാൻ ഇങ്ങനെ തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ നമ്മൾ നടുക്കിരിക്കുന്നതുകൊണ്ട് അവൾ അധികം അങ്ങനെ നനയത്തുമില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് മഴയൊക്കെ കൊണ്ട് അല്ലും അങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ ഇങ്ങനെ ചെറിയ മഴയെങ്കിലും അങ്ങനെ കൊള്ളുന്നത് ആദ്യമായിട്ടാണ്. സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോയാൽ മഴയൊക്കെ പെയ്താൽ അല്ലുവിനെ നമ്മൾ നനയിക്കേണ്ടെന്ന് വെച്ചാൽ ഏതെങ്കിലും കടയുടെ അവിടെ എല്ലാം കയറി നിൽക്കാറുണ്ട്. ഇത് കുറച്ച് ഇതാക്കിയപ്പോൾ പക്ഷേ ഇപ്പോൾ കുഞ്ഞിന് ചൂടൂര് കുറച്ച് കുറവുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീടെത്തി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ നാളെ കാണാം. ബൈ ബൈ.